ബെഡ്റൂം ഇവിടെയാ മാഡം. വാസ്തുപ്രകാരം ചെയ്തിട്ടുള്ളതാ. അടുത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ല. സാർ, അതെ സാർ, ഇറങ്ങുമ്പോ തന്നെ റോഡാ. പിന്നെ അടുത്ത് തന്നെ പലചരക്കടയും പച്ചക്കറി കടയും മെഡിക്കൽ സ്റ്റോറും എല്ലാം ഉണ്ട്. ഇതെന്താ ഇത്? ഡോർ ലോക്കാണല്ലോ. അത് പിന്നെ സാറേ, അത് കോമൺ ഡോറാ. മുമ്പിൽ തന്നെ കടയാണല്ലോ. ഓ, ഞാനത് എക്സ്ട്രാ റൂമാണെന്ന് കരുതി. അല്ല സാർ. സീതേ, കുറച്ചുകൂടി വലിയ വീട് നോക്കാന്ന് എനിക്ക് തോന്നുന്നത്. വലിയ വീടോ? ഇത് തന്നെ വലിയ വീടായിട്ട് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. ഈ വീട് വലുതാണെന്നോ? ഈ ഏരിയ കുറച്ച് കോസ്റ്റ്ലിയാ. വീടിന് എത്രയാണെന്നൊന്നും എനിക്ക് അറിയില്ല. അധികമൊന്നുമില്ല മാഡം. 2 ലക്ഷം രൂപ അഡ്വാൻസ്, 25,000 രൂപ വാടക. ഈ വീട് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അഡ്വാൻസിലും വാടകയിലും ചെറിയൊരു കുറവ് വരുത്തുമായിരിക്കും. 25,000 രൂപയോ? ഇത് മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരികയില്ലായിരുന്നു. കുറച്ച് വാടക കുറഞ്ഞ് എവിടെയെങ്കിലും. അല്ല മാഡം, ഡീസന്റ് ആയിട്ടുള്ള ഒരു വീട് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശരി മാഡം, വാ. വീട് ഇഷ്ടമായില്ലേ അതോ വാടക കൂടുതലായതുകൊണ്ടാണോ? വീട് ഇഷ്ടായിട്ട് എന്ത് കാര്യം? ഉള്ള പൈസക്കൊക്കെ വാടക കൊടുക്കേണ്ടി വരും. അപ്പൊ ഭക്ഷണോ? ചുമരില് സിമന്റ് ഒക്കെ എടുത്ത് കഴിക്കാൻ പറ്റുമോ? പിന്നെ സിഹിയുടെ സ്കൂൾ ഫീസ്, മെഡിസിൻസ്, ഇതൊക്കെ നോക്കണമെങ്കിൽ നോട്ട് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ വീട്ടിൽ തന്നെ വെക്കേണ്ടി വരും. ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നല്ലപോലെ തമാശയൊക്കെ പറയുമല്ലോ. പിന്നെ കരഞ്ഞുകൊണ്ടിരുന്ന വാടക വീട് കിട്ടുമോ? വാ നോക്കാം. ഇവിടെ അടുത്ത് തന്നെ വേറൊരു വീടുണ്ട്. നമുക്ക് നോക്കിട്ട് പോയാലോ? യാ, ഷോ. സിഹി ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഞാൻ അവളെ ഒന്ന് ഫോൺ ചെയ്യട്ടെ. വിളിക്കേ. ഹലോ. ഹലോ അച്ഛാ. പറഞ്ഞ മോളെ. സിഹി സ്കൂളിൽ നിന്ന് വന്നില്ലേ? വന്നല്ലോ. ഇപ്പൊ അങ്ങോട്ട് കളിക്കാൻ പോയേ ഉള്ളൂ. എന്താ, വിളിക്കണോ അവളെ? വേണ്ട വേണ്ട അച്ഛാ. വന്നിട്ട് അവൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല മോളെ, വയറുവേദനയാന്ന് പറഞ്ഞു. വയറുവേദനയോ? മുത്തശ്ശി അവക്കൊരു കഷായം കൊടുത്തു. ഇപ്പോ അവള് തുള്ളി ചാടി നടക്കണ്ട്. നല്ല വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീയേ നിന്റെ ഓഫീസിലെ ജോലിയൊക്കെ തീർത്തിട്ട് സമാധാനായിട്ട് വാ. ശരി അച്ഛാ. ആയിക്കോട്ടെ മോളെ. വയറുവേദനയാ? അമ്മ കഷായം ഉണ്ടാക്കി കൊടുത്തെന്ന്. അമ്മയും അച്ഛനും അടുത്ത് തന്നെ ഉള്ളത് വലിയ സഹായ. അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടായി പോയാനെ. ആകെ ബുദ്ധിമുട്ടാവുമെന്ന് അറിഞ്ഞിട്ടും ഇട്ടിട്ട് വരാൻ തോന്നുന്നുണ്ടല്ലോ. അല്ല, വീട് മറന്ന കൂട്ടത്തിൽ അവരെയും കൊണ്ടുവരുമോ താൻ? അല്ല, സിഹിയെ നോക്കാൻ അവർ അവിടെ ഉള്ളതാ തനിക്ക് ഏറ്റവും വലിയ സമാധാനം. ഇനിയിപ്പോ വീട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാ ലൈഫ് ഷിഫ്റ്റ് ആക്കണമെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കുമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അവരോട് ഞങ്ങളുടെ കൂടെ വരാൻ പറയാനുള്ള അധികാരവും എനിക്കില്ല. എനിക്കും സിഹിക്കും ഒന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ വേറെ വഴിയൊന്നുമില്ല. അത്രയും ചെറിയ കുഞ്ഞിനെ താൻ ഇൻഡിപെൻഡന്റ് ആക്കാൻ പോവാണോ? വലുതാവുമ്പോ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കഥകൾ ഉണ്ടാവും. വീട് ചിലപ്പോഴൊക്കെ മനസ്സ് കല്ലാക്കിയില്ലെങ്കിലും കട്ടിയുള്ളതാക്കണം എന്നാ. റാം, വീട് ഇതാണെന്ന് തോന്നുന്നു. വാ. നിങ്ങളാണോ കോൾ ചെയ്തത്? അതെ മാഡം. വരൂ, വീട് കാണിച്ചു തരാം. ഇത് ഹാള്, ഇതൊരു റൂം, ഇത് പൂജാമുറി. ഈ വീട്ടിലേക്ക് വന്നവരൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടാക്കിയിട്ടാ പോയത്. അതാണ് ഇവിടുത്തെ കിച്ചൺ. പക്ഷേ ഇയാള് വരുന്നത് സ്വന്തം വീടിനാ. ഞാനിവിടെ മോളിൽ തന്നെയാ താമസിക്കുന്നത്. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി, വേഗം വന്ന് ചെയ്തു തന്നോളാം. വാടക എത്രയാ? ബ്രോക്കർ രമേശ് പറഞ്ഞില്ലേ മോളെ, 13,000 രൂപ. പക്ഷേ 13 ലക്കി നമ്പർ അല്ല, അതുകൊണ്ട് 12,500 മതി. ഓഫീസിലേക്കും ഇവിടുന്നല്ലേ സുഖം? രമ്യ, ക്ലിനിക് ഓപ്പൺ ആയിരിക്കില്ലേ? അതുകൊണ്ട് നീ മകളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നേക്കണേ. എന്റെ മോളുടെ മോൾക്കേ വയ്യ. നാളെയാണെങ്കിൽ അവളുടെ ബർത്ത്ഡേയാ, 5ാമത്തത്. അപ്പൊ എന്റെ മോൾക്ക് കൂടെ കളിക്കാൻ ഒരാളെ കിട്ടിയ പോലെ ആയല്ലോ. ഓ, നിനക്ക് മോളുണ്ടല്ലേ? ഞാനെന്തോ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഉള്ളൂന്ന് കരുതി. അയ്യോ ഇല്ല ഇല്ല, ഇതെന്റെ ഫ്രണ്ടാണ്. ഇവിടെ ഞാനും എന്റെ മോളും മാത്രമേ ഉണ്ടാവൂ. എന്ന് വെച്ചാ നിങ്ങൾക്ക് 2 പേർക്കുമാണോ വീട്? അപ്പൊ മോളുടെ അച്ഛൻ? അച്ഛനില്ല.
രമേശ, ഒരു 2000 രൂപ കുറഞ്ഞാലും കുഴപ്പമില്ല. ഭർത്താവില്ലാത്തവരെ അയക്കണ്ട. നോക്കിയും കണ്ടുമൊക്കെ അയക്കേ. ഇവൾക്ക് നോക്കുമ്പോ ഭർത്താവില്ലെന്ന്. ഫ്രണ്ടിന്റെ കൂടെയാ വന്നത്. ഇങ്ങനെയുള്ളവർക്ക് വീട് കൊടുക്കാൻ നിന്നാ നമ്മുടെ അടുത്തുള്ളവരൊക്കെ നമ്മളെ നോക്കി ചിരിക്കും. ഇന്ന് തന്നെ ഇങ്ങനെ, ഇനിയിപ്പോ നാളെ എങ്ങനെയാണോ? I'm really sorry for what she said. നീ എന്തിനാ സോറി പറയുന്നത്? തനിക്കത് ഒരുപാട് വിഷമമായെന്ന് എനിക്ക് തോന്നി. അതിന് മറ്റുള്ളവരുടെ സംസാരത്തെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് നമ്മുടെ കയ്യിലല്ലല്ലോ. ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ പറ്റി എല്ലാരും സംസാരിക്കും. എല്ലാവർക്കും അധികാരമുള്ള പോലെയാ. ബട്ട് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ് അല്ലേ? ഒരാളെ കുറിച്ച് ഒന്നും അറിയാതെ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്നാ നീ പോയി ചോദിക്കോ അവരോട്? ഇല്ലല്ലോ, അതൊക്കെ കഴിഞ്ഞു, വിട്. സമൂഹത്തിൽ എന്താണോ എല്ലാരും ചെയ്യുന്നത് അത് തന്നെയാ നീയും ചെയ്യുന്നത്. ഇതൊക്കെ ശരി, അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റ്, അത്ര തന്നെ. പെണ്ണായ ഭർത്താവ് ഉണ്ടായേ പറ്റൂ. ഭർത്താവില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം. ഒരു പക്ഷേ അവൾ ജോലിക്കൊക്കെ പോയി ജീവിതം നോക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് 10,000 പേര്, 100,000 പ്രശ്നം. ഇത് ഇന്ന് തുടങ്ങിയതല്ല റാം. ഞാനും നീയും ഒക്കെ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാ. അറ്റ്ലീസ്റ്റ് എനിക്കൊരാൾക്കെങ്കിലും ഇതൊക്കെ ശരിയാക്കണം. ശരിയായി കിട്ടിയ സന്തോഷം. എനിക്കിതൊക്കെ പുതിയ കാര്യമല്ലേ, അതുകൊണ്ടാ. എനിക്കും ഇതൊക്കെ പുതിയതായിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോ ഇതൊക്കെ എനിക്ക് ശീലമായി. ശീലമായി പോയിന്നോ? ആവണ്ടേ പിന്നെ. എല്ലാ കാലത്തും എല്ലാ തെറ്റിനും പെൺകുട്ടികളുടെ നേരെയാ ജനങ്ങൾ കൈ ചൂണ്ടുക. അതിനൊക്കെ കരഞ്ഞോണ്ടിരുന്ന ജീവിതം നടക്കൂല. എല്ലാരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. സമൂഹത്തില് നിന്നെപ്പോലെ നല്ല ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ എനിക്ക് സന്തോഷാ. ഐ ഹോപ്പ് യു ആർ നോട്ട് പുള്ളിങ് മൈ ലെഗ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും താൻ വീണ്ടും ചിരിക്കുന്നുണ്ടല്ലോ. ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ മാത്രമല്ല, എല്ലാ സ്ത്രീകളും അങ്ങനെയാ. എല്ലാ സ്ത്രീകൾക്കും ഒരു സല്യൂട്ട്. നടുറോഡിൽ നിന്ന് ഒരുപാട് ക്ലാസ് എടുത്ത് തരുന്നുണ്ടെന്ന് തോന്നുന്നു. വാ പോവാ. ഇടയ്ക്കിടയ്ക്കെങ്കിലും നിനക്ക് എന്നെ ഒന്ന് കാണാൻ വന്നൂടെ? അല്ലടോ, 5 വർഷത്തെ വെൻഡർ ഡീറ്റെയിൽസ് റെക്കോർഡ് ചോദിച്ചിരുന്നില്ലേ? വേഗം എടുത്ത് അയക്കടോ. ഇതൊക്കെ എന്തിനാ ഇത്ര ഡിലേ ആക്കുന്നത്? താങ്ക് യു സർ. ഇന്ന് നിങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും നിങ്ങൾ Shut up. വന്നു. എന്താടി നിന്റെ പ്രശ്നം? എന്താ നിനക്ക് വേണ്ടത്? ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പ്ലീസ് ഡോണ്ട് ബ്ലോക്ക് മൈ വേ. മൂവ്. അതിന് ഞാനിപ്പോ എന്ത് പറഞ്ഞിട്ടാ ഇങ്ങനെ പറയുന്നേ? ഈ വീടാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഇന്ന് കാണുന്ന 9ാമത്തെ വീടാ. നവഗ്രഹം കാണാൻ പോയിട്ട് നവഗ്രഹങ്ങൾ തന്നെ എന്നെ കാണിച്ചു തന്നല്ലോ. സീത മേഡം, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം സർ. നമസ്കാരം. വാടക വീടിന് വേണ്ടി വിളിച്ചിരുന്നു. ഗീത എന്ന് പറഞ്ഞ ആളല്ലേ? അല്ല സർ, സീത. ശരി, വാ. വരൂ സർ. നോക്കിയോ, ഇതാ റൂം. ഇത് ബാത്റൂമാ. പൂജാമുറി. അടുത്തിടെ റിന്യൂ ചെയ്തതേ ഉള്ളൂ. 2 ലക്ഷം രൂപയാ ചെലവായേ. ഇയാളുടെ വിചാരം ഇയാൾക്ക് മാത്രമേ വീടുള്ളൂന്നാ. ഇതും അതേ കാറ്റഗറിയാ. അല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു പ്രൈവറ്റ് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത്. 2 ആളും ഒരു കമ്പനിയിലാണോ? അതെ. കൊള്ളാം. ബാംഗ്ലൂരിൽ എല്ലാരും ജോലിക്ക് പോയില്ലെങ്കിലേ കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. നോക്ക്, ഇത് ബെഡ്റൂം, ഇതാണ് അടുക്കള. ആക്ച്വലി വീട് ആവശ്യമുള്ളത് എനിക്കും എന്റെ മോൾക്കുമാണ്. തനിക്കും തന്റെ മോൾക്കോ? അപ്പോ തന്റെ ഹസ്ബൻഡ് എവിടെ താമസിക്കും? ഇയാള് തന്റെ ഹസ്ബൻഡ് അല്ലേ? അതെ. റാം, ഓ, സീതാറാമോ?
കൊള്ളാലോ, പേരുകൊണ്ട് മാത്രമല്ല കാണാനും നല്ല ജോഡിയാ. നല്ലൊരു ഫാമിലിക്ക് വീട് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അവർക്ക് വീട് കൊടുക്കത്തുള്ളൂ. നിങ്ങൾക്കും അത് വലിയ പ്രശ്നമൊന്നുമില്ല. 10,000 വാടക, 5,000 രൂപ അഡ്വാൻസ്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ. സർ, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? എന്താ വീട് ഇഷ്ടപ്പെട്ടില്ലേ? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഒരു മിനിറ്റ്. സീത പ്ലീസ് പ്ലീസ് വെയിറ്റ്. റാം, റോഡിൽ എല്ലാരും നോക്കുന്നുണ്ട്. മുമ്പിന്ന് മാറ്, കളിക്കില്ലേ നീ? അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? എന്നെ രക്ഷിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? അല്ല, അയാൾ അങ്ങനെ ചോദിച്ചപ്പോ തനിക്ക് വിഷമമുണ്ടെന്ന് കരുതിയപ്പോ ഞാൻ പറഞ്ഞതാ. നന്നായിട്ടുണ്ട്. ചെളി ആയതിന് ആസിഡ് എടുത്ത് കഴിക്കുന്നത് പോലെയുണ്ട്. അയാള് ചോദിച്ച ചോദ്യത്തെക്കാൾ നീ പറഞ്ഞ ഉത്തരവാ എന്നെ ദേഷ്യപ്പെടുത്തിയത്. അല്ല, നിനക്ക് ആരാ അതിനുള്ള അധികാരം തന്നത്? കുറച്ചു നേരം മുമ്പാ നിന്നെ പോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുള്ളത് എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴോ ഇത്ര വേഗം ആ സന്തോഷം ഇല്ലാതാക്കിയില്ലേ നീ? അയാൾ എന്തെങ്കിലും ചോദിച്ചാ നേരത്തെ കണ്ട ഓണറോട് ഞാൻ എന്താണോ പറഞ്ഞത് അതേ ഉത്തരം തന്നെ പറയും. ഇങ്ങനെയൊക്കെ ഉത്തരം കൊടുത്താ എനിക്ക് സന്തോഷാവൂന്ന് കരുതിയോ? നിന്റെ തലയിലൊക്കെ ഇപ്പൊ എന്തൊക്കെയാ ഓടുന്നത്? ഹലോ സീത പ്ലീസ്. എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിട്ടില്ല. താൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണണ്ടാന്ന് കരുതി പറഞ്ഞ. സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തതെങ്കിൽ നീ ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് അങ്ങനെയല്ല. താൻ എത്ര വീട് കയറി അന്വേഷിച്ചു. താൻ സിംഗിൾ മദറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ തനിക്ക് വാടക വീട് തരില്ല എന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ സീത? ഒരുപാട് താങ്ക്സ്. ഇത്രയും അനുകമ്പ എന്നോട് തോന്നിയല്ലോ. അറ്റ്ലീസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് വന്നെങ്കിൽ നീ ആരാന്നുള്ള ചോദ്യം കേൾക്കണ്ടായിരുന്നു. മതിറാം, എന്റെ ലൈഫ് ഞാൻ തന്നെ നോക്കിക്കോളാം. സീത പ്ലീസ്. പിന്നാലെ വരണ്ടെന്ന് പറഞ്ഞില്ലേ? സീത പ്ലീസ്. എന്റെ ലൈഫ് ഞാൻ നോക്കിക്കോളാന്നാ പറയുന്നേ. ഹലോ, ഹലോ സീത മാഡം, എവിടെയാണ്? കുറച്ച് തിരക്കിലാണല്ലോ സർ. വീട് അന്വേഷിക്കുന്ന ഒരു ജോലിയാക്കി എടുത്തേക്കുവാണോ? ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. താൻ സീരിയസ് ആയിട്ടാണല്ലോ വീട് നോക്കുന്നത് അല്ലേ? ഈ ആർപി നിനക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും തരില്ല. തന്റെ വീടിന്റെ പ്രശ്നമൊക്കെ ശരിയാകുന്നവരെ ഞാൻ തനിക്കൊരു വീട് ശരിയാക്കുന്നുണ്ട്. തനിക്ക് അവിടെ താമസിക്കാം. ഇല്ല സർ, കുഴപ്പമില്ല, വേണ്ട. നോ 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 നോ, ഈ വിഷയത്തിൽ താൻ ഒന്നും പറയണ്ട. എന്റെ ക്ലയന്റ് കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് നോക്കി നിൽക്കാനേ കഴിയില്ല. താൻ ഒറ്റയ്ക്ക് എത്ര വീട് കയറി ഇറങ്ങും? കഷ്ടപ്പെട്ടു പോയില്ല താൻ. നോക്ക്, ഞാൻ തനിക്ക് ലൊക്കേഷൻ അയച്ചു തരാം. താൻ ഇങ്ങോട്ടേക്ക് പോരെ. ഇയാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം താമസിച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ വിട്ടേക്ക്, നമുക്ക് വേറെ നോക്കാം. ഒരുപാട് താങ്ക്സ് സർ, ഞാൻ ഇപ്പൊ തന്നെ വരാം. വെരി ഗുഡ് സീത മാഡം, വേഗം വരില്ലേ? ഞാൻ തന്നെ കാത്തിരിക്കും. ഓക്കെ സർ. റാം, നീ പോയിക്കോ റാം, എനിക്കുള്ള വീട് കിട്ടി. ഇങ്ങനൊരു സ്ഥലം തന്നെ കിട്ടിയല്ലോ സീത മാഡം. നിന്റെ ലക്കാണോ എന്റെ ലക്കാണോ? രണ്ടാളും ലക്കിയ. ഇനി മുതൽ ഈ വീട് നിന്റെയാ. പതുക്കെ പതുക്കെ ഞാൻ ഈ വീട്ടിലൊരാളാവും. സർ, നിങ്ങൾ പറഞ്ഞ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് നമ്പർ F102. ഇവിടുന്ന് സ്ട്രെയിറ്റ് അല്ലേ സർ? ഓക്കെ സർ, ശരി.
ഹായ് സീത മാഡം. വരൂ, പ്ലീസ് കം. ഏയ് കുഴപ്പമില്ല, കയറുക. കൊള്ളാം അല്ലേ? സീത മാഡം, ഞാൻ തന്നെ ഒരു 2-3 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളുടെ ടേസ്റ്റ് ഒരു ലെവൽ വരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയല്ലേ? ആക്ച്വലി ഈ വീട് എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെയാ. അവനിപ്പോൾ വിദേശത്താ. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഇതിൻ്റെ പൂജ കഴിഞ്ഞത്. പുതിയ വീടാ. തനിക്ക് ഇഷ്ടപ്പെടും. സീത മാഡം, വീടൊക്കെ ഒന്ന് നോക്ക്. വീട് വളരെ വലുതാണല്ലോ. വാടക ഇത്തിരി കൂടുതലാവും തോന്നുന്നു. കൂടുതലാ. എനിക്കത് ബുദ്ധിമുട്ടാവും സാർ. കൂടുതൽ ബാക്കിയുള്ളവർക്കാ, തനിക്കല്ല. സീത മാഡം, ഞാൻ തന്നോട് പറഞ്ഞല്ലോ ഈ വീട് എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെയാണ്. അയാൾക്ക് വാടകയേക്കാൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായാൽ മതിയെന്ന. പെർട്ടിക്കുലറായി നല്ല ആരെങ്കിലും വേണമെന്ന ആഗ്രഹം. തന്നേക്കാൾ ബെറ്ററായ ഒരാളെ അറിയില്ല. അത് സർ, ഐ നോ. തൻ്റെ ആത്മാഭിമാനത്തിനെതിരാണല്ലേ? അതുകൊണ്ട് എത്ര പറ്റുമോ അത് തന്നാ മതി. സീത മാഡം, ഇനി തന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ നോക്കിക്കോളാം. അയ്യോ, താൻ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഞാൻ തുടച്ചേ. വേണ്ട, കുഴപ്പമില്ല സർ. സീത മാഡം, വീടൊക്കെ അല്ലേ? ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം സർ. ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളൂ സീത? ഐ മീൻ, തനിക്ക് താൻ എന്തായാലും ഒരു വീട് കണ്ടെത്തണ്ടേ? പിന്നെന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? അയ്യോ, വന്നപ്പോ തൊട്ട് നിൽക്കുകയാണല്ലോ. വായിരിക്കും. പിന്നെ വന്നിട്ടൊന്നും ഇരിക്കാതെ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ സീതാജി? പ്ലീസ് ഇങ്ങോട്ടിരിക്കും. സീത മാഡം, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇത്രയും വലിയ വീട് ഈ ചെറിയ വാടകയ്ക്കൊക്കെ എവിടെയും കിട്ടില്ല. ആക്ച്വലി ഈ വീട് തൻ്റെ മോൾക്കും ഇഷ്ടാവും.